മക്കളെടാ, നമ്മുടെ +2 ഹിസ്റ്ററിയുടെ നിങ്ങൾ ഏറ്റവും പ്രയാസത്തെ നോക്കിക്കാണുന്ന സബ്ജക്റ്റാണ് +2 ഹിസ്റ്ററി. അതിൽ 5 ചാപ്റ്ററുകളാണ് നമ്മുടെ ഓണം എക്സാമിനേഷൻസിനുള്ളത്. ആ 5 ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട. ഈ 15 ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യനുകൾ മാത്രം പഠിച്ചാൽ മതി. ഒരു ചാപ്റ്ററിൽ നിന്ന് ആവറേജ് ഒരു 3 ക്വസ്റ്റ്യൻ പഠിക്കുന്നു എന്ന രീതി കണ്ടാൽ മതി. നമുക്കിവിടെ 5 ചാപ്റ്ററുകളിൽ നിന്ന് ആകെ പഠിക്കുക എത്ര ക്വസ്റ്റ്യനാ? 15 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ 15 ക്വസ്റ്റ്യൻ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാകും. നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പഠിക്കാൻ എവിടെയെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ഫുൾ നോട്ട്സ് കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ എടുത്തു തരും. വളരെ ലളിതമായ രീതിയിൽ എടുത്തു തരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആകെ 15 ക്വസ്റ്റ്യനേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസിയായി പഠിക്കാം. നിങ്ങൾക്ക് ഉറപ്പായും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഈ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം, പഠിക്കാം. നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 1 ഹാരപ്പൻ സിവിലൈസേഷൻ. ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിൻ്റെ ബേസ് ഹാരപ്പൻ സിവിലൈസേഷൻ ആയിരിക്കും. അത് എസ്എ ക്വസ്റ്റ്യനെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും കിട്ടാറുണ്ട്. അതിന് പല വിഭാഗങ്ങളുണ്ട്. ഗ്രനറി സംവിധാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അഗ്രികൾച്ചർ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഡ്രെയിനേജ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ചാപ്റ്റർ തന്നെ ആ ഒരൊറ്റ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈസിയായി പഠിക്കാം. ഒരുപാടൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും വളരെ ഈസിയായി പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് തന്നെ സോഷ്യൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ. എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾ നോക്കിക്കോ. പബ്ലിക് എക്സാം മുതൽ ഇങ്ങോട്ടേക്കുള്ള അത് സേ ക്വസ്റ്റ്യൻസ് ആയാലും അത് ടെർമിനൽ എക്സാമിനേഷൻസ് ആയാലും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നോക്കിയാലും ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുകയില്ല. എല്ലാത്തിലും ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും ഹാരപ്പൻ സിവിലൈസേഷൻ പോലെ തന്നെ പ്രാധാന്യമേറിയത്, അത്രത്തോളം ഇല്ലെങ്കിലും പ്രാധാന്യമേറിയ ചോദ്യമാണ് മൗര്യൻ എംപയർ. മൗര്യ സാമ്രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കുറിച്ച്, അതിന്റെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച്, മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഇതും എസ്എ ക്വസ്റ്റ്യനായി വരാറുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഉള്ള ചോദ്യം വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഈ മൗര്യ സാമ്രാജ്യത്തിലെ മിലിറ്ററി സിസ്റ്റം, അവരുടെ സൈനിക സംവിധാനം എപ്രകാരമായിരുന്നു? മിക്ക പരീക്ഷയുടെയും ഒരു ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ കാണാറുള്ള ചോദ്യമാണ് മിലിറ്ററി സിസ്റ്റം. ആരുടെയാ? മൗര്യൻ എംപയറിന്റെ. 4ാമത്തെ ചോദ്യം, ഗുപ്ത കാലഘട്ടത്തെ ഗോൾഡൻ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന സുവർണ കാലഘട്ടം, ഗുപ്ത കാലഘട്ടം ഗോൾഡൻ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആ ചോദ്യം മിക്കപ്പോഴും ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കടന്നു വരാറുണ്ട്. മറ്റൊരു ചോദ്യം, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം, ഭൂദാനത്തെ കുറിച്ച്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഭൂമി ദാനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൂദാന സമ്പ്രദായത്തെ കുറിച്ചൊക്കെ. ആ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിന്റെ കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയ വേർഷൻ ആണ് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം. ക്വസ്റ്റ്യൻ നമ്പർ 5, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇൻസ്ക്രിപ്ഷനുകളെ കുറിച്ച്. ഇൻസ്ക്രിപ്ഷൻസിന്റെ ലിമിറ്റേഷൻസ്, എന്തൊക്കെ പരിമിതികളാണ് ഇൻസ്ക്രിപ്ഷൻസിനുള്ളത്? ഇൻസ്ക്രിപ്ഷനുകൾ എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അടുത്തത് പഞ്ച് മാർക്കഡ് കോയിൻ, മുദ്രാങ്കിത നാണയങ്ങൾ. സ്റ്റഡി ഓഫ് കോയിൻസ് നമ്മൾ പറയുന്നുണ്ട്. പഞ്ച് മാർക്കഡ് കോയിൻസ്, മുദ്രാങ്കിത നാണയങ്ങളെ കുറിച്ച് ഉറപ്പായും ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ 7 ക്വസ്റ്റ്യൻ, 2 ചാപ്റ്ററിൽ നിന്ന് 7 ക്വസ്റ്റ്യനുകൾ. നമ്മുടെ 5 ചാപ്റ്ററുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പറയുന്നത് തന്നെ 2ാം ചാപ്റ്ററിലാണ്. അതത്ര വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്കിന്റെ ചെറിയ ക്വസ്റ്റ്യനുകളാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആൻഡ് ദ ക്രിട്ടിക്കൽ എഡിക്ഷൻസ് ഓഫ് മഹാഭാരത. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. മഹാഭാരതത്തിന്റെ വിമർശനാത്മകമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത. മറ്റൊരു ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 9 എലമെന്റ്സ് ഓഫ് മഹാഭാരത. എസ്എ ക്വസ്റ്റ്യനായി നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ വന്നതുപോലെ മൗര്യൻ എംപയർ വന്നതുപോലെ നിരവധിയായ തവണ വന്നൊരു ചോദ്യമാണ് എലമെന്റ്സ് ഓഫ് മഹാഭാരത. മഹാഭാരത എന്ന ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഉണ്ടാകും. അവരുടെ തന്നെ ആവർത്തിച്ചു വന്ന ചോദ്യമാണ്. ഇവിടുത്തെ മഹാഭാരതത്തിലെ റോൾ ഓഫ് മാരേജ് എക്സിസ്റ്റഡ്, റൂൾസ് ഓഫ് ആണ് മക്കളെ.
റൂളാണ്. റൂൾ ഓഫ് മാരേജ് എക്സിസ്റ്റഡ്. മഹാഭാരത കാലഘട്ടത്തിലെ മാരേജിന്റെ വ്യവസ്ഥകളെ സംബന്ധിച്ച്, വിവാഹത്തിന്റെ വ്യവസ്ഥകൾ എപ്രകാരമായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം മാരേജിനെ കുറിച്ച്. മഹാഭാരതത്തിന്റെ ഒന്ന് മാരേജ് സിസ്റ്റം, രണ്ടെന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് മഹാഭാരതയാണ്, മൂന്നെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത. അങ്ങനെ 3 ചോദ്യങ്ങൾ മഹാഭാരതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാപ്റ്റർ 3 നിന്നുണ്ട്. ഒരു സംശയവും എനിക്ക് അക്കാര്യത്തിലില്ല. മഹാഭാരത എന്ന കണ്ടന്റിൽ നിന്നുകൊണ്ട് 3 ക്വസ്റ്റ്യൻ ഉറപ്പായി നിങ്ങൾക്ക് കിട്ടും. ചാപ്റ്റർ 4 നമ്മൾ ചെറിയ ക്ലാസ് മുതലേ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 8ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജൈന ബുദ്ധമതങ്ങളെ കുറിച്ച്. അപ്പൊ ടീച്ചിങ്സ് ഓഫ് ജൈനിസവും ബുദ്ധിസവും നമുക്ക് മാർക്ക് സ്റ്റഡിയിലും കിട്ടാറുണ്ട്, മാച്ച് ദ ഫോളോയിങ്ങിൽ കിട്ടാറുണ്ട്, വൺ വേർഡിൽ കിട്ടാറുണ്ട്, എസ്സേ ക്വസ്റ്റ്യനിൽ കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും ഒരേപോലെ കിട്ടുന്ന ചോദ്യമാണ് ജൈനിസവും ബുദ്ധിസവും. ജൈന ബുദ്ധമതങ്ങളുടെ ടീച്ചിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, ഒരൊറ്റ കണ്ടന്റ്, ഒരു കണ്ടന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ സ്തൂപയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ചാപ്റ്റർ 4 എന്താ സ്തൂപയെ കുറിച്ച് പറയുമ്പോൾ ആ സ്തൂപ വൈ, വെയർ, ഹൗ, വെയർ ആൻഡ് സ്ട്രക്ചർ, എങ്ങനെയാണ്, എവിടെയാണ്, അതിന്റെ ഘടന എപ്രകാരമാണ് എന്ന ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആ 3 പാർട്ടിൽ നിന്നുകൊണ്ട് ആ സ്തൂപ എന്ന കണ്ടന്റ് ഉറപ്പായും ഉണ്ടാകും പരീക്ഷയ്ക്ക്. ഒരു തർക്കവും ഉണ്ടാകില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് 100%, ഞാൻ 95 പറയുന്നില്ല, 100 out of 100% നമുക്ക് പറയാവുന്ന ചോദ്യങ്ങളിൽ ഒന്നാണത്. അടുത്ത എന്താ? ചാപ്റ്റർ 5 നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് മക്കളെ. ആ ലാസ്റ്റ് ചാപ്റ്ററിൽ 2 ഷോർട്ട് നോട്ടുകൾ, അൽബറൂണിയുടെ കിതാബ് അൽ ഹിന്ദിനെ കുറിച്ചും മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഫൈനൽ ക്വസ്റ്റ്യൻ നമ്പർ 15, ഇബ്ൻ ബത്തൂത്ത ആൻഡ് റഹില. ഇത്രയും ചോദ്യങ്ങൾ. അപ്പോ ഈ ട്രാവലേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അൽബറൂണി ഒഴിവാക്കി ഒരു ചോദ്യം വരത്തില്ല, ഇബ്ൻ ബത്തൂത്ത ഒഴിവാക്കി ഒരു ചോദ്യം കാണുകയില്ല. അപ്പൊ ഇബ്ൻ ബത്തൂത്തയും അൽബറൂണിയും ട്രാവലേഴ്സിന്റെ ക്വസ്റ്റ്യനിൽ നിന്ന് ഉറപ്പായി നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് ചാപ്റ്റർ 5. അങ്ങനെ 15 ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ ഈ ഓണം എക്സാമിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഈസിയായി പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ കൃത്യമായി നിങ്ങളെ വരച്ചു കാണിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക, ഒരു തർക്കവുമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാം ഹോളിൽ കിട്ടും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.